വിളക്ക് കത്തിക്കുന്ന നേരത്ത് ഇത്തരത്തിലുള്ള വഴക്കുകൾ, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലെങ്കിലും വീട്ടിലുള്ളവരെ മുഴുവൻ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു സിസ്റ്റം എൻ്റെ അറിവിലില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും മന്ത്രം ജപിക്കലോ കീർത്തനങ്ങൾ ചൊല്ലലോ ആണോ പ്രാർത്ഥന? ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഭഗവാനെ അത് തരണേ ഇത് തരണേ എന്ന് പറയാൻ ഈശ്വരൻ നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഇരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ലേ? ചിന്തിക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കുക. പ്രാണശക്തി ഇല്ലെങ്കിൽ ജീവശക്തി ഉണ്ടോ? ഇല്ല. ഒരു മരുന്നിനും പ്രാണശക്തി ഇല്ലെങ്കിൽ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. അല്ല, പ്രാണനെ അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. ഇപ്പോൾ ധ്യാനിക്കുന്ന ഒരാളിന് വിളക്കും വേണ്ട, ചെമ്പും വേണ്ട, ഒന്നും വേണ്ട. കാരണം അയാൾക്ക് എവിടെ ഇരുന്നാലും ധ്യാനിക്കാം. സുഹൃത്ത് പീഡിയാട്രിഷ്യനുണ്ട്, പുള്ളിയെ പോയി കണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ മോള് കണ്ടല്ലേ, അപ്പോൾ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ എല്ലാം കൊള്ളാം ശിവ, ഇനി വേണമെങ്കിൽ ഇച്ചിരി മുട്ടയുടെ മഞ്ഞ കരു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ നാടൻ മുട്ട വാങ്ങുക, എന്നിട്ട് അതിന് ഹാഫ് ബോയിൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മഞ്ഞ കരു എടുത്തിട്ട് അല്പം കുഞ്ഞിന് അല്പച്ച് വായിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര? ആദ്യം ഒന്ന് ചെറുതായിട്ട് കൊടുത്ത് നോക്ക്, എന്നിട്ട് അത് കുഞ്ഞിൻ്റെ ആ ഒരു ശേഷി അനുസരിച്ച് കൂട്ടാൻ പറഞ്ഞു. ഞാൻ ഉത്തരവാദിത്വമുള്ള അച്ഛനായിട്ട് ഒന്ന് പിറ്റേന്ന് തന്നെ മുട്ടയൊക്കെ സംഘടിപ്പിച്ച് കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്ത് മക്കളെ എടുത്ത് വെച്ചിട്ട് എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് എൻ്റെ വിരൽ ചെല്ലുമ്പോൾ തന്നെ കുട്ടി ഭയങ്കര അസ്വസ്ഥമായിട്ട് മൂക്കിങ്ങനെ അങ്ങനെ വിട്ട് ആക്കുകയാണ്. അതിനാ മണം വേണ്ട, വാ തുറക്കുന്നില്ല. 6 മാസം പ്രായമുള്ള കുട്ടിയാണ്. ഈ വിരുദ്ധ ആഹാരം ആ കുട്ടിക്കത് വിരുദ്ധമാണ്. അത് ചെല്ലുമ്പോൾ മണവും അതിന് പിടിക്കുന്നില്ല, രുചിയും അതിന് വേണ്ട. അപ്പോൾ അത് നിർബന്ധം. അപ്പം ഞാൻ 6 മാസം പ്രായമല്ലേ, ഒരു വലിയൊരു മുയലിൻ്റെ എത്രയേ ഉള്ളത്. അപ്പം ഞാൻ ഉടനെ അങ്ങനെ പറ്റൂലല്ലോ, കുഞ്ഞു വളരണ്ടേ, അച്ഛനല്ലേ ഞാൻ ഈ വാ എന്നിങ്ങനെ പിടിച്ചിട്ട് ഇത് അകത്തോട്ട് വെച്ചിട്ട് പതുക്കെ ഒന്ന് മുക്കുമ്പോൾ അപ്പോൾ ആ ശ്വാസം വിട്ട് എന്നും പറഞ്ഞ് അതങ്ങ് ഇറക്കി. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞിറക്കി. പക്ഷെ ഇറക്കി കഴിഞ്ഞപ്പോൾ അടുത്തത് എടുക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ ആ ഒരു ഭാവം ഒന്ന് മാറി, അതിനെന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വയ്ക്കുന്നു. അപ്പം ഞാൻ ശരിക്കും പേടിച്ച് ഞാൻ മാറ്റി കിടത്തി. വൈഫിനോട് പറഞ്ഞു ഇടയിൽ നോക്ക്. അപ്പോൾ അവൾ വന്ന് നോക്കിയിട്ട് അറിയാൻ വയ്യ, മിനിറ്റുകൾ കൊണ്ട് കുഞ്ഞിൻ്റെ വയറങ്ങ് പെരുകി. ഇതിങ്ങനെ ഇങ്ങനെ ഒരു തല ഇങ്ങനെ ഇട്ടാട്ടുന്നു, വയറിങ്ങനെ പെരുകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനൊരു കാര്യം ഇച്ചിരി പാല് കൊടുത്തു നോക്ക്. അത് പാലും കുടിക്കുന്നില്ല. ഭയമെന്ന് പറഞ്ഞാൽ അന്ന് ഞാനത് അനുഭവിച്ചതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുമ്പോൾ കൊച്ചു പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഇങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഈ മൂക്കിലോട്ടൊന്നും ഈ വെള്ളം കയറാതെ ചരിച്ച് കറക്റ്റ് പിടിച്ചു കൊടുത്തു. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്രയും വെള്ളം പുറത്തു പോയെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഉള്ളിലേക്ക് ബലം പ്രയോഗിച്ച് കടത്തിയ മുട്ട മുഴുവൻ അത് ഛർദ്ദിച്ച് പോയി വയറങ്ങ് താന്ന് കൊച്ചു കരയാനും തുടങ്ങി. കരഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ് പാല് കൊടുക്കുക. അപ്പോൾ അത് പാല് കുടിച്ചു. നോക്ക്, ഇത് ഏത് ഡോക്ടറാണ് ആ കുട്ടിക്ക് ഈ മനുഷ്യനുണ്ടാക്കിയ വിഡ്ഢിത്തത്തെ അത് റിജക്റ്റ് ചെയ്തത്? അതെന്തുകൊണ്ടാണ്? മുട്ട വിരുദ്ധാഹാരമാവും, നമ്മളെല്ലാവരും കഴിക്കുന്നതല്ലേ. 6 മാസം പ്രായമുള്ള കുട്ടി ഏകദേശം 2 വയസ്സ് വരെ അത് അമ്മയുടെ പാല് മാത്രം കുടിക്കാനാണ് അതിൻ്റെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് പ്രതികരിച്ചത് വാസനാപരമായാണ്. മനസ്സിലായില്ലേ? പിന്നെ പാലില്ലാത്ത ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് പല അമ്മമാർക്കും പാലുണ്ടാവില്ല. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ കുഞ്ഞിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കും. ഇനി നാളെയും ഞാനിതിന് ആ മുട്ട തന്നെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗ്രാജുവലി കുട്ടി അത് സ്വീകരിച്ചേനെ. പക്ഷേ എപ്പോൾ ഒരു ബലപ്രയോഗം ഉണ്ടായാലും അതിന് വിരുദ്ധമായിട്ടുള്ള പ്രതിപ്രവർത്തനം ശരീരത്തിലുണ്ടാകും. എവറി ആക്ഷൻ വിൽ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളിന്ന് ആധുനിക ലോകം ഭയങ്കര ശാസ്ത്രീയമായി വളർന്നെന്ന് പറയുന്നില്ലേ? സന്തോഷമുള്ള എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും? ചിന്തിക്കേ. സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന, ധൈര്യമുള്ള, ഭയമില്ലാത്ത, ആധിയില്ലാത്ത എത്ര പേരെ നമുക്ക് ചുറ്റും കാണാം? ഇതെല്ലാം ആഹാരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ആഹാരം മാത്രമല്ല, ആഹാരം, വ്യായാമം, പ്രാണായാമം, ചിന്ത, ഇത് 4 കൂടിയാണ് നമുക്ക്, ഇതിനാണ് ചതുർബലം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. ഇതിൽ വരുന്ന പിഴവുകളാണ്
മറ്റ് പ്രശ്നങ്ങളായി നമ്മുടെ മുന്നിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ആഹാരം കഴിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു ചോദനയുണ്ട്. ആ വാസനയെ വളർത്തണം. അതിന് ആന്തരികമായ ശ്രദ്ധ കൊടുക്കണം, ബാഹ്യ ശ്രദ്ധയിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് എല്ലാ പാരമ്പര്യത്തിലും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതും ഡിസ്റ്റോർട്ട് ചെയ്തു, വക്രീകരിച്ചു കളഞ്ഞു. പ്രാണനെ അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാണാർത്ഥന അഥവാ പ്രാർത്ഥന. അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശപ്പെട്ടത് നേടുക, സ്വീകരിക്കുക. പക്ഷെ അതിലൊരു ബുദ്ധിമുട്ടില്ലേ? ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്? രാവിലെ 6 മണിക്ക് എണീക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്കും വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവരും കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രാർത്ഥിക്കാൻ ആരും ഇല്ലെങ്കിൽ വഴക്ക് പറയുന്നു, സന്ധ്യക്കാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള സമയത്തല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ സിസ്റ്റം പ്രകാരം 6 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കണം, അങ്ങനെ അതൊരു ശരിയായ നടപടിയാണോ? ഈ ഇത്ര മണിക്ക് തന്നെ പ്രാർത്ഥിക്കണമെന്ന് ആരാ നിർബന്ധം പിടിക്കുന്നത്? നമ്മുടെ വീട്ടിലെ അമ്മമ്മമാര് അവര് കഴിഞ്ഞ കാലങ്ങളിൽ അത് ശീലിച്ചു വന്നുകൊണ്ട് ഇപ്പോൾ 6 മണിക്ക് വിളക്ക് കത്തിക്കാൻ നേരത്ത് നമ്മളിരിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഇവിടെ ഇരിക്കുന്നത്, വിളക്ക് കത്തിക്കുകയല്ലേ, അപ്പോൾ വഴക്ക് പറയുന്നത് ഇതൊരു തന്ത്രമല്ലേ? ഈ പണ്ടത്തെ അമ്മമ്മ ഉടുത്തിരുന്ന റൗക്കയാണ് ഇട്ടിരുന്നത്. ഇന്ന് എത്ര സ്ത്രീകൾ റൗക്ക ഇട്ടുകൊണ്ട് നടക്കുന്നു? അമ്മമ്മ പറഞ്ഞ കാര്യം ചെയ്യുന്നത് എനിക്ക് എതിർപ്പാണ്, അതുകൊണ്ടല്ല എനിക്ക് അത് തന്നെ ചെയ്തേ പറ്റൂ, എന്തിനു ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു. അമ്മമ്മയിട്ട റൗക്ക എന്താ ഇവരിടാത്തെ? പണ്ട് നമ്മുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഒറ്റ മുണ്ടെടുത്തൊരു തോർത്തും തോളിയിട്ടാണ് നടന്നത്. നമ്മളിപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത് അല്ല. അപ്പം നമുക്ക് സൗകര്യമുള്ളതെല്ലാം അവർ പറഞ്ഞത് കേൾക്കാതെ ചെയ്യാം. അല്ല, ഇന്നും പല വീടുകളിലും വഴക്ക് നടക്കുന്നൊരു വിഷയമാണ്. വൈകുന്നേരം സന്ധ്യ ആകുന്ന സമയം വിളക്ക് കത്തിക്കുന്ന നേരത്ത് ഇത്തരത്തിലുള്ള വഴക്കുകൾ. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലെങ്കിലും വീട്ടിലുള്ളവരെ മുഴുവൻ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ വീടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നൊരു സമ്പ്രദായമാണ്. എൻ്റെ അറിവിലില്ല. എന്നാലും നാട്ടിൻപുറത്തേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം ഇപ്പോഴും ഈ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അപ്പനോ അപ്പൂപ്പനോ അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യം പറഞ്ഞു, അതങ്ങനെ പാലിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തായാലും ഇതെല്ലാരും ചെയ്യുന്നു എന്നല്ല പറയുന്നത്, വീടുകളിൽ നടക്കുന്നൊരു സംഭവമാണിത്. ആ സംഭവം അറിവില്ലായ്മ കൊണ്ടാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും മന്ത്രം ജപിക്കലോ കീർത്തനങ്ങൾ ചൊല്ലലോ ആണോ പ്രാർത്ഥന? അന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അതും ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടു, അതും വക്രീകരിച്ചു കളഞ്ഞു. പ്രാർത്ഥന ദൈവത്തിനോട് എന്തെങ്കിലും വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഭഗവാനെ അത് തരണേ ഇത് തരണേ എന്ന് പറയാൻ, ഈശ്വരൻ നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഇരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ലേ? ചിന്തിക്കേ, യുക്തിപൂർവം ചിന്തിക്കേ. താതസ്യ കൂപോയ മൃവാണ ക്ഷാരജലം വിബന്ധി. സ്വന്തം അച്ഛൻ കുഴിച്ച കിണറാണ്, പക്ഷെ അതൊന്ന് ഉപ്പുവെള്ളം വരുന്നു. അച്ഛനോട് ബഹുമാനവും ഭയഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ കുഴിച്ച കിണറാണെന്ന് പറഞ്ഞ് ഉപ്പുവെള്ളം കുടിക്കണോ? വയറിളകി ചത്തുപോകും. അപ്പോൾ എന്ത് വേണം? അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ശരിക്കുള്ള വെള്ളം കണ്ടെത്തി കുടിക്കാൻ നമ്മൾ സ്വയം തയ്യാറാകണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ശ്രമത്തെയും ആ ഒരു അർപ്പണബോധത്തെയും ആക്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്നതാണ്. ഒരു ശീലമുണ്ടെങ്കിൽ ആ ശീലത്തിൽ എന്ത് യുക്തിയുണ്ട് എന്നന്വേഷിക്കുക. പ്രാണാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാണനെ പ്രോജ്വലിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. വൈറ്റാലിറ്റി, പ്രാണശക്തി ഇല്ലെങ്കിൽ ജീവശക്തി ഉണ്ടോ? ഇല്ല. ഒരു മരുന്നിനും പ്രാണശക്തി ഇല്ലെങ്കിൽ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാണൻ നിൽക്കുന്നത് എവിടെയാ? നമ്മുടെ മനസ്സിൽ. യഥാ മന തഥാ പ്രാണ. അപ്പോൾ അവിടെ ഒരു ചമ്രം പടഞ്ഞിരിക്കാൻ പറഞ്ഞ്, എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? കാല് നീട്ടി വെച്ചിരുന്നൂടെ? കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചൂടെ? ചോദിക്കണം. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടും. അതിപ്പോൾ എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഗുരുവിൽ നിന്ന് കിട്ടും. ചമ്രം പടഞ്ഞിരിക്കുമ്പോൾ ശരീരം ഒരു പിരമിഡ് ഷേപ്പ് ആർജിക്കും. ഇല്ലേ? ഇരുന്ന് നോക്കണം. പിരമിഡിൻ്റെ പ്രത്യേകത എന്താ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരു സ്ഥലത്ത് അത് കേന്ദ്രീകരിക്കില്ല. ഈ മലകൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? മലയുടെ ഷേപ്പ് എന്താ? പിരമിഡാണ്. അപ്പോൾ ഭൂമി കറങ്ങുകയും ചെരിവുണ്ടാകുമ്പോഴും ഇതിന് കൃത്യമായിട്ട് ആ ഡാമേജ് കുറവാണ്. ഇപ്പോൾ ഈജിപ്തിൽ പിരമിഡ് ഉണ്ടാക്കിയ എന്തിനാ? ആയിരക്കണക്കിന് വർഷങ്ങളോളം അത് നിലനിൽക്കുന്നു. ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് എഗെയിൻസ്റ്റ് ദ പവർ ഓഫ് നേച്ചർ. അപ്പോൾ പ്രകൃതി എപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ആ നശീകരണ ശക്തിക്കെതിരെ പ്രവർത്തിക്കാൻ പിരമിഡിന് കഴിയും. അതാണ് അതിൻ്റെ ആ ഒരു ഫോമിൻ്റെ പ്രത്യേകത. ഇതിനെ മെഡിക്കൽ സൈഡിൽ ഉപയോഗിച്ചിട്ടാണ് വെസ്റ്റേൺ കൺട്രീസിൽ പലതും
പിരമിഡ് തെറാപ്പി എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാം ചമ്രം പറഞ്ഞിരുന്ന് മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കുമ്പോൾ ആ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവും. എന്തിനെ എവിടെ ഏകാഗ്രമാക്കിയാലും അതിന് ശക്തി കൂടുമെന്നറിയാമല്ലോ, ഇല്ലേ? അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അതിന് ശക്തി ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? മനസ്സിന് ശക്തി വരുമ്പോൾ യഥാ മന തഥാ പ്രാണ. അപ്പോൾ പ്രാണശക്തിയും കൂടും, പ്രതിരോധശേഷി കൂടും. പ്രതിരോധശേഷി കൂടിയവന് അസുഖങ്ങൾ വരാൻ സാധ്യത കുറവല്ലേ? അതാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വിളക്ക് കത്തിക്കണം, അതുകൊണ്ട് ഇത് പൂ വച്ചില്ല അത് വെച്ചില്ല, ഈ അടി കൂടുന്നത് എന്തിനാ? ഷോ. എപ്പോഴും പ്രകടനപരതയാണ് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം. അപ്പോൾ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. അല്ല, പ്രാണനെ അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. അത് നിങ്ങൾ വിളക്ക് കത്തിച്ചാലും തലകുത്തി നിന്നാലും അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഈ വിളക്ക് കത്തിക്കുന്നത് എന്തിനാ? ലൈറ്റ്. ഇരുട്ടിനെ അകറ്റുന്നത് ആതാ? പ്രകാശമല്ലേ? അതെ. ഇരുട്ട്, അന്ധകാരം എന്ന് പറയുന്നത് നമ്മുടെ അജ്ഞത. അജ്ഞത അകറ്റുന്നത് എന്താ? വെളിച്ചമല്ലേ? അപ്പോൾ അതിൻ്റെ അറിവിൻ്റെ ഒരു പ്രതീകമാണ് നമ്മുടെ പ്രകാശം, വിളക്ക് കത്തിക്കുന്നത്. പിന്നെ കണ്ണിനെ ഉറപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു രൂപം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ഒരു ദീപം തന്നെയാണ്. അതിൽ കണ്ണിനെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് നേത്രസിരകൾ ഏകാഗ്രമാവും, ഉറച്ചു നിൽക്കും. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫോർ ബ്രെയിൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എവിടെയാണ്? ഫോർ ബ്രെയിനിലാണ്. അത് കൂടുതൽ ശാക്തീകരിക്കപ്പെടും. അത്രയേ ഉള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇനി വിളക്ക് കത്തിക്കണമെങ്കിൽ നിങ്ങളൊരു ബിന്ദു വെച്ചിട്ട് അത് നോക്ക്, ഇല്ലെങ്കിൽ അതും വേണ്ട, വെറുതെ കടലിലോട്ടിരുന്ന് കണ്ണടച്ചിരിക്കൂ. ഇതൊക്കെ നിങ്ങൾ എന്ത് ഉപാധികൾ സ്വീകരിക്കുന്നു എന്നത് നിങ്ങൾ ഏത് ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകണം, സൈക്കിളിൽ പോകാൻ നിൽക്കുമോ? ഇല്ല. കാറിൽ പോവോ? ഇല്ല. അപ്പോൾ ഫ്ലൈറ്റ് പിടിക്കലാണ് ഏറ്റവും നല്ലത്, കാരണം അത്രയും ദൂരം കവർ ചെയ്യണം. സോ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള ഉപാധികൾ സ്വീകരിക്കണം. അപ്പോൾ ധ്യാനിക്കുന്ന ഒരാളിന് വിളക്കും വേണ്ട, ചെമ്പും വേണ്ട, ഒന്നും വേണ്ട. കാരണം അയാൾക്ക് എവിടെ ഇരുന്നാലും ധ്യാനിക്കാം. അയാൾക്ക് രാവിലെയും വൈകിട്ടൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവർക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കാരണം അവരുടെ മറ്റ് ജീവിതചര്യകൾ ഇതിനെ ബാധിക്കരുത്. അപ്പോൾ പർട്ടിക്കുലർ ടൈമിൽ കൃത്യമായിട്ടിരിക്കുമ്പോൾ അവന് ഉഷസന്ധ്യ, സായം സന്ധ്യ എന്ന് പറയും. രാവിലെ ജോലികൾ തുടങ്ങിക്കഴിയും. അതിനു മുമ്പ് സൂര്യൻ പൂർണ്ണമായും ശാക്തീകരിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ്റെ ശക്തി കുറഞ്ഞ് രണ്ടും സമമായി നിൽക്കും. പിന്നെ രാവിലെ 6 മണി കഴിഞ്ഞ് സൂര്യൻ്റെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും മധ്യാഹ്നം വരെ. അപ്പോൾ മധ്യാഹ്ന സന്ധ്യയുണ്ട്. സന്ധ്യ എന്ന് വെച്ചാൽ ജോയിനിങ് പോയിന്റ്. അത് കഴിയുമ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനും ഒരേ ശക്തിയാണ്. പിന്നെ സൂര്യൻ്റെ ശക്തി വീണ്ടും വീണ്ടും കുറഞ്ഞു വരും, ചന്ദ്രൻ്റെ പതുക്കെ കൂടി വരും. സായം സന്ധ്യ ആകുമ്പോൾ എന്ത് പറ്റും? സൂര്യൻ്റെ ശക്തി പൂർണ്ണമായും കുറയും, ചന്ദ്രൻ്റെ ശക്തി കൂടും. ഇതനുസരിച്ച് ശരീരത്തിൽ സൂര്യചന്ദ്ര നാഡികളുടെ മാറ്റം നടക്കുന്നുണ്ട്. ഇതിനെ ചേർത്തുകൊണ്ടാണ് 2 സന്ധികളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഒന്നുകിൽ രാവിലെ വൈകിട്ട്, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും. ഇതൊക്കെ സൈക്കോളജിക്കലുമാണ്, ഫിസിയോളജിക്കലുമാണ്. ആ ആഴങ്ങളിലേക്ക് മനസ്സിലാക്കിയാലേ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ഫലമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാകും.